തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കും. തിരുവെഴുത്താണത്. യേശു നമ്മുടെ ഏവരുടെയും രക്ഷകനാണ്. അവൻ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ മരണത്തിന് ശേഷവും അവൻ്റെ വിലാപ്പുറത്തു നിന്നിറങ്ങിയ രക്തവും വെള്ളവും കൊണ്ട് തന്നെ കുത്തിയ ആ പടയാളിയുടെ കണ്ണിന് സൗഖ്യം കൊടുത്തു. യേശുവിൻ്റെ രക്തവും വെള്ളവും, അവസാനത്തുള്ളി രക്തവും വെള്ളവും വരെയും അവൻ നമുക്ക് വേണ്ടി ഒരുക്കി. ഞാൻ ഈ UK കോവിഡിന് മുമ്പ് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ശരീരവും രക്തവും സ്വീകരിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ഇവിടുത്തെ സിസ്റ്റം. എല്ലാവർക്കും അങ്ങനത്തെ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോവിഡിന് ശേഷമാണ് ഇപ്പോൾ ചാലിസ് നമുക്ക് നൽകാത്തത്. അപ്പോൾ ഒരു ദിവസം വിശുദ്ധ രക്തം സ്വീകരിക്കാൻ വേണ്ടി അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന മിനിസ്റ്ററുടെ അടുത്തേക്ക് ഞാൻ ചെന്നു. അദ്ദേഹം ആ ചാലീസിൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മുഴുവനും കുടിച്ചോളുക, ഫിനിഷ് ഇറ്റ് എന്നാണ് പറഞ്ഞത്. കാരണം അതിലെ അവസാനത്തുള്ളി രക്തമായിരുന്നു അത്. എന്നാൽ അങ്ങനെയല്ലായിരുന്നു അയാൾ പറയേണ്ടിരുന്നത്. മിനിസ്റ്റർ അങ്ങനെയല്ല പറയേണ്ടത്. ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ രക്തം എന്നാണ് പറയേണ്ടത്. എന്നാൽ ഈ അവസാനത്തെ തുള്ളി രക്തമാണ് ആ ചാലീസിലുണ്ടായിരുന്നതുകൊണ്ട് ഫിനിഷ് ഇറ്റ് എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ മുഴുവൻ കുടിച്ച് ബെഞ്ചിൽ വന്നിരുന്നു. അപ്പോഴാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്വരം ഇങ്ങനെ എന്നോട് പറയുന്നത് പോലെ, നിന്നെ രക്ഷിക്കുവാൻ ഞാൻ എൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും നൽകി. അതെന്നെ വളരെയേറെ കരയിപ്പിച്ചു. അതേ സഹോദരങ്ങളെ, ഇന്നും അവൻ തൻ്റെ ശരീരവും രക്തവും പങ്കുവയ്ക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മളെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുവാൻ അവൻ്റെ ശരീരരക്തങ്ങൾക്കേ കഴിയുള്ളൂ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിൽ വസിക്കും, അവന് ശിക്ഷാവിധി ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നാം സ്വീകരിക്കണം. അതിനായിട്ടാണ് ലോകം മുഴുവനും വിശുദ്ധ കുർബാന നൽകപ്പെടുന്നത്. ആ വലിയ വിരുന്നിലേക്ക്, ആ സ്നേഹ വിരുന്നിലേക്ക് നമുക്കണയാം. അവനെ സ്വീകരിച്ച് പരിപൂർണ സൗഖ്യപ്പെടാം. അതിനുള്ള കൃപാവരം ഏവർക്കും ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.